ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഹൈദരാബാദിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഞങ്ങൾ പാറ്റ്നയിൽ നിന്നും യാത്ര തിരിച്ച് ഹൈദരാബാദിൽ എത്തിച്ചേരുവാനായിട്ടിടയായിത്തീർന്നു. ആദ്യ ദിവസം ഞങ്ങൾ ജബൽപൂരും തുടർന്ന് ഇന്നലെ രാത്രി ഹൈദരാബാദിലും എത്തിച്ചേർന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാവിലെ യാത്ര തിരിച്ച് ബാംഗ്ലൂരിൽ എത്തിച്ചേരുവാനായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങളെ പ്രാർത്ഥനയിലോർത്ത എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുന്നു. മകൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ബാംഗ്ലൂരിൽ ക്രമീകരിക്കുവാനുണ്ട്. തുടർന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 33-ാം വാക്യം: ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരവും തിരഞ്ഞെടുപ്പിൻ്റെ രീതിയും നാം ഇവിടെ കാണുന്നു. 24-ാം വാക്യം നാം വായിച്ചതാണ്, ചിന്തിച്ചതാണ്. തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചെങ്കിൽ. 25-ാം വാക്യം: എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയെ അല്ലാത്തവളെ പ്രിയെ എന്നും ഞാൻ വിളിക്കും. പ്രിയരെ, ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ അന്വർത്ഥമായ ഒരു കാര്യമാണ്. നാം ദൈവത്തിൻ്റെ ജനമല്ലായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഇസ്രയേലായിരുന്നു. എന്നാൽ അന്യജാതികളായ തൻ്റെ ജനമല്ലാത്ത, തൻ്റെ പ്രിയ അല്ലാത്ത നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് തൻ്റെ ജനം അഥവാ എൻ്റെ ജനം എന്ന് കർത്താവിടെ പറയുകയാണ്. 26-ാം വാക്യത്തിൽ: നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞിടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ഇതാണ് ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതായ സത്യം. നാം ദൈവത്തിൻ്റെ മക്കളല്ലായിരുന്നു. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. നാം ചിന്തിക്കുന്നത് ഭാരതത്തിലുള്ളവരൊക്കെ വളരെ ദൈവവിശ്വാസികളാണ്, യാതൊരുവിധ വളരെ മതഭക്തിയുള്ളവരാണ്, യാതൊരുവിധ ആ വിധത്തിൽ അവരെ പറ്റി കുറ്റം പറയുവാൻ കഴിയുകയില്ല. പ്രിയരെ, വളരെ താഴ്മയോടും നിങ്ങളുടെ എല്ലാ മതഭക്തിയും അതിനെ ബഹുമാനിച്ചും കൊണ്ടും പറയട്ടെ, ഇത് ദൈവവചനത്തിന് അനുസരണമല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ അനുസരണത്തിലല്ല ഈ മതഭക്തികൾ കടന്നു പോകുന്നത്. മനുഷ്യൻ എന്ന് തെറ്റിപ്പോയോ, ദൈവത്തിൽ നകന്നുപോയോ, അന്ന് മുതൽ പിശാച് തൻ്റേതായ രീതികൾ ക്രമീകരിച്ച് മനുഷ്യനെ തെറ്റായ മത രീതികളും ഭക്തിയും കാണിച്ചു പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഭാരതം എന്നുള്ളത് വളരെ അന്ധകാരത്തിൽ കിടക്കുകയാണ്. പിശാച് തൻ്റെ എല്ലാ തന്ത്രങ്ങളും ഇന്ന് മനുഷ്യൻ്റെ മേൽ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദുഃഖപരമായ കാര്യം, പിശാചിൻ്റെ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നതായ കാര്യം, എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായിത്തീരും. നിങ്ങൾ ഒരു മതഭക്തിയിലേക്കും ഇനി പോകണ്ട, ഒരു ആചാരങ്ങളിലേക്കും ഇനി പോകേണ്ടതായ കാര്യമില്ല. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമയുണ്ട്. ഇതൊരു മതം മാറ്റമല്ല, മനസ്സിൻ്റെ മാറ്റം, ഹൃദയത്തിൻ്റെ മാറ്റം. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? മോക്ഷം ലഭിക്കുവാനായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരമായി ദൈവം ഭൂമിയിൽ വന്നു. മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചു. അതുമാത്രമല്ല, ആ ദൈവം സകല മനുഷ്യൻ്റെയും പാപം തന്നെ ഏറ്റെടുത്തുകൊണ്ട് നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം അനുഭവിക്കേണ്ട മരണശിക്ഷ അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ ഏറ്റെടുത്തു എന്ന് നാം വായിക്കുന്നു.
ആരവനിൽ വിശ്വസിക്കുന്നോ അവൻ ദൈവമകനും ദൈവമകളുമായി തീരുന്നു. ആ വിധത്തിൽ ഈ കർത്താവിനെ എനിക്ക് അംഗീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഞാൻ ദൈവമകനെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് 33-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അല്ലയോ ഇസ്രായേൽ ജനമേ, അല്ലയോ ഭാരതത്തിലെ ജനമേ, ആര് ഈ വചനം കേൾക്കുന്നോ അവരോട് പറയുക, ഇതാ ഞാൻ സിയോനിൽ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാർക്കൊരു ഇടർച്ചക്കല്ലായി തടങ്ങൽപ്പാറയായിട്ട് മാറി. എന്നാൽ ഒരു കണ്ടീഷൻ മാത്രം, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ആര് ഈ കർത്താവിൽ വിശ്വസിക്കുന്നോ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുന്നു, യേശുവെ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായി അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറഞ്ഞ് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും താൻ ദൈവമകനായി തീരും. ഇന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടെയായിരിക്കും. ആ ഒരു പ്രത്യാശയിലാണ് ഞാൻ ജീവിക്കുന്നത്. പൂർണ്ണമായൊരു ഉറപ്പുണ്ട്, കർത്താവിനോട് കൂടെയാണ്. ഞാനൊരു ദൈവ മകനാണ്, സ്വർഗത്തിൻ്റെ അവകാശിയായി തീർന്നു. കർത്താവ് ഒരുവനെ കൂട്ടിക്കൊണ്ടുപോകും, സഭയെ കൂട്ടിക്കൊണ്ടുപോകുന്നതോടൊപ്പം ഞാനും അതിലുണ്ടാകും. കേൾവിക്കാരായ ആരും നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആത്മരക്ഷയും മോക്ഷവും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരേ ഒരു വ്യക്തി, ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ആരെങ്കിലും ഈ കർത്താവിനെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തുവിലോട്ട് കടന്നു വരിക, നിങ്ങളുടെ ജീവിതം ദൈവകരങ്ങൾ സമർപ്പിക്കുക, നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. കേൾവിക്കാരായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇനി ഞങ്ങൾക്ക് ഹൈദരാബാദിൽ എത്തിച്ചേരുവാനിടയായി പ്രിയ ബാനുവും കുടുംബവും ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്ത് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുമ്പോൾ കൂടെ ഇരിക്കണമേ. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ നിൻ്റെ ജനമല്ലായിരുന്നു, എന്നാൽ ഞങ്ങളുടെ ജനമായിട്ട് നീ എണ്ണി, നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവേ, സ്തോത്രം. ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കർത്താവേ, ഇന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവമകനും മകളുമായി ജീവിക്കുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ആരും ലജ്ജിച്ചു പോകുകയില്ല, നിത്യജീവൻ്റെ അവകാശിയായിത്തീരും, മോക്ഷത്തിൻ്റെ അവകാശിയായിത്തീരും. പിശാചിൻ്റെ ചതിയിൽപ്പെടാതെ കർത്താവേ ഈ സത്യം മനസ്സിലാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഇരിക്കണമേ. ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.